മലപ്പുറം പറപ്പേരിയിൽ പ്രവർത്തിക്കുന്ന BEM ബോയ്സ് ഹോമിൽ കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ പരിശോധന നടത്തിയിരുന്നു. സ്ഥാപനത്തിനകത്ത് മതിയായ വെളിച്ചമോ സൗകര്യമോ ഇല്ല. ഇതിനു പുറമെ കുട്ടികളുടെ യാതൊരുവിധ രേഖകളും സ്ഥാപനത്തിലില്ല. രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇത്തരത്തിലുള്ള പ്രാഥമികമായ രജിസ്ട്രേഷൻ പോലും നടത്താതെ കഴിഞ്ഞ വർഷങ്ങളായി ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്നു എന്നുള്ളത് ഏറെ ദുരൂഹമാണ്. സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസറെയും 2 അധ്യാപകരെയും സമിതി ഇതോടെ നിരീക്ഷകരായി ചുമതലപ്പെടുത്തി. ഇതിനു പിന്നാലെയായിരുന്നു ജൂനൈൽ ജസ്റ്റിസിന്റെ പരിശോധന. സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ജൂനൈൽ ജസ്റ്റിസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. JJ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ ഇവിടെ നല്ല രീതിയിൽ നിർത്തുവാനും നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും അവർക്ക് സാധിക്കും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കാണുന്നുണ്ട്. 33 കുട്ടികളുണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്നും ദുരിതം മൂലം രക്ഷപ്പെടാൻ ശ്രമിച്ച 8 കുട്ടികൾ സ്ഥാപനത്തിനെതിരായി മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടികളെ പറഞ്ഞു പറ്റിച്ചാണ് കൊണ്ടുവന്നത് എന്ന് രക്ഷിതാക്കളും മൊഴി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്ഥാപനത്തിന്റെ തുടർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മാസം 23 നടക്കുന്ന വിവിധ കമ്മിറ്റികളുടെ സിറ്റിംഗിന് ശേഷമേ തീരുമാനിക്കൂ. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1.